വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലൂടെ പേരാമ്പ്രക്കാർക്ക് ഏറ്റവും സുപരിചിതനായിട്ടുള്ള ഇന്ന് മലയാളികൾക്കിടയിൽ ഒരുപാട് കാഴ്ചകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അഭിജിത്ത് പേരാമ്പ്ര. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള കുറുനരിയുടെ ഡോക്യുമെൻ്ററിക്ക് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേരള സ്റ്റേറ്റ് അവാർഡ് നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അഭിജിത്താണ് നമ്മുടെ കൂടെ പോഡ്കാസ്റ്റിലുള്ളത്. നമസ്കാരം അഭിജിത്ത്. നമസ്കാരം. ഏകദേശം ഒരു 12 വർഷത്തെ ജേണിയാണ് ഈ ഫോട്ടോഗ്രാഫിയിൽ. അതെ. എങ്ങനെയാണത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ശരിക്കും ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെറിയ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചെറിയ ചിത്രശലഭങ്ങൾ, അതുപോലെ തന്നെ ചെറിയ ജീവികളൊക്കെ നിരീക്ഷിക്കുന്ന ഒരു ഹോബി ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് പറഞ്ഞ പോലെ ബട്ടർഫ്ലൈസിൻ്റെ ലാർവകൾ കളക്ട് ചെയ്തിട്ട് അത് പിന്നെ അത് ചിത്രശലഭമായിട്ട് വിരിഞ്ഞിറങ്ങുന്ന കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അതിനെയൊക്കെ കളക്ട് ചെയ്ത് പിന്നെ അതൊക്കെ വിരിഞ്ഞിറങ്ങുന്ന കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ആ ഒരു ഇതുകൊണ്ടൊക്കെ തന്നെ പ്രകൃതിയോടൊക്കെ ഒരു താല്പര്യം തോന്നി. ആ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് പിന്നെ +2 ഒക്കെ പഠിക്കുന്ന സമയത്താണ് വീട്ടിലുണ്ടായിരുന്ന ഒരു ഡിജിറ്റൽ ക്യാമറയിൽ പറഞ്ഞ പോലെ വീട്ടിലെടുത്തുള്ള പറമ്പിലൊക്കെ ഇറങ്ങിയിട്ട് ചിത്രങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. അതൊന്ന് ചിത്രശലഭങ്ങളും ചെറിയ പുഴുക്കൾ, തരത്തിലുള്ള ചെറിയ ഇൻസെക്റ്റുകളൊക്കെ ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങി. അങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ടാണ് ശരിക്കും എൻ്റെ ഒരു ഫോട്ടോഗ്രാഫി ജേണി തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് എടുത്തിട്ടുള്ള ഒരു ചിത്രശലഭം വിരിഞ്ഞിറങ്ങുന്ന ഒരു ഫോട്ടോന് അന്നൊരു അവാർഡ് കിട്ടി. അപ്പോൾ ആ ഒരു അവാർഡ് കിട്ടിയതോടുകൂടിയാണ് ശരിക്കും ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു സംഭവമാണ് ഫോട്ടോഗ്രാഫി എന്നുള്ളൊരു ഐഡിയ തോന്നുന്നത്. അങ്ങനെ അതിനുശേഷമാണ് പിന്നീട് ഫോട്ടോഗ്രാഫി കാര്യമായിട്ട് ചെയ്തു തുടങ്ങിയത്. അതിനുശേഷം പിന്നെ അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ട് ഒരു DSLR ക്യാമറ വാങ്ങി തന്നു. അപ്പം അതുകൊണ്ടാണ് പിന്നെ കാര്യമായിട്ടുള്ള വൈൽഡ് ലൈഫിലേക്ക് ഇറങ്ങുന്നത്. ശരിക്കും ഇത്രയും വർഷത്തെ ഒരു ജേണി എന്ന് പറയുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ട്, കാടുകളിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം ഏതാണെന്ന് വെച്ചാൽ? ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ പറയേണ്ട ഒരു കാര്യം, പിന്നെ കാട്ടിൽ മാത്രമല്ല, ഞാൻ എൻ്റെ പക്ഷികളുടെ ചിത്രങ്ങളാണെങ്കിലും മറ്റുള്ള ജീവികളുടെ ചിത്രങ്ങളാണെങ്കിലും ആനയും കടുവയും ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ പക്ഷികളുടെ ചിത്രങ്ങൾ കൂടുതലും ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് പേരാമ്പ്ര അല്ലെങ്കിൽ ചേനോട് ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലും പകർത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 80 അല്ലെങ്കിൽ 90% ചിത്രങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ചിത്രങ്ങളാണുള്ളത്. അതിൽ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നാട്ടിൽ തന്നെ ഒരുപാട് പക്ഷികളൊക്കെ ചിത്രങ്ങൾ എടുക്കാൻ പോയിട്ട് ഒരുപാട് സമയങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ട് ഒരുപാട് ചിത്രങ്ങൾ കിട്ടിയ സമയങ്ങളുണ്ട്. അതുപോലെ തന്നെ കാട്ടിലൊക്കെ പോയിട്ട് ഒരുപാട് സമയം ഇരുന്നിട്ട് ആനകളുടെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടൊക്കെ കിട്ടുന്ന നല്ല നിമിഷങ്ങളുണ്ട്. ഇത് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പലരും വിചാരിക്കും ഭയങ്കര എളുപ്പമുള്ളൊരു പരിപാടിയാണ് എന്നുള്ളത് വിചാരിക്കും. അത് പലർക്കുള്ളൊരു തെറ്റിദ്ധാരണ. പലരും വിചാരിക്കുന്നത് നമ്മളിങ്ങനെ ക്യാമറ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഫ്രെയിം കിട്ടുന്നുള്ളൂ. അങ്ങനെയല്ല. നമ്മൾ ചിലപ്പോൾ 1-2 മണിക്കൂർ, ചിലപ്പം ഒരു ദിവസമൊക്കെ വെയിറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചിത്രങ്ങൾ കിട്ടാനുള്ളൂ. ചിലപ്പം അത്രയും ദിവസം വെയിറ്റ് ചെയ്താലും ചിലപ്പോൾ ആ ചിത്രങ്ങൾ കിട്ടണമെന്നില്ല. അതെ. ഇപ്പം പക്ഷികളാണെങ്കിലും അല്ലെങ്കിൽ ഒരു പക്ഷി മീനിനൊക്കെ കൊത്തി കൊണ്ടുപോകുന്ന ഒരൊറ്റ മൊമെന്റ് പക്ഷേ ഒരുപാട് ദിവസത്തെ എഫേർട്ടിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതായിരിക്കും. തീർച്ചയായിട്ടും. പലരും ഒന്ന് ഫോണൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അവരത് എളുപ്പമാണെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ അതൊരിക്കലും എളുപ്പമല്ല എന്നുള്ളതാണ്. അപ്പം അതിനെ കൂടെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇപ്പം ഈ പക്ഷികളുടെ അല്ലെങ്കിൽ പാമ്പുകളുടെ ഒക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. അത് പക്ഷികളും പാമ്പുകളും എന്നുള്ളതല്ല, അത് ഏത് വൈൽഡ് ലൈഫ്, മനുഷ്യനെ ഇണക്കി വളർത്താത്ത ജീവികളാണല്ലോ ഈ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പം അവരൊരിക്കലും മനുഷ്യൻ്റെ സമീപം ഇഷ്ടപ്പെടാത്ത ജീവികളാണ്. അപ്പം അത്തരത്തിലുള്ള ഏത് ജീവികളുടെ ചിത്രങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ അവരെ പഠിക്കുക എന്നുള്ളതാണ്, അവരുടെ ബിഹേവിയർ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവരെ ശല്യപ്പെടുത്താണ്ട് വേണം നമ്മൾ പടങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് ഇരിക്കുന്ന സമയത്ത് മാത്രമാണ് അവരുടെ നല്ല മൊമെന്റ്സ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് പക്ഷികളൊക്കെ ആണെങ്കിൽ അവർ പറന്നു പോകും. ഇനി പാമ്പുകളാണെങ്കിൽ ചിലപ്പോൾ ഒന്നെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള പ്രവണത ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് അതിനെപ്പറ്റി അറിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള പടങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അതെ. ഇതിൽ ഇപ്പം ഒരു മനുഷ്യൻ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ്, നമ്മുടെ ചുറ്റുപാടാണ്. അഭിജിത്ത് ഏറ്റവും കൂടുതൽ നിൽക്കുന്നതും ഇടപഴകുന്നതും പ്രകൃതിയായിട്ടാണ്. അപ്പം ആ പ്രകൃതി അഭിജിത്തിനെ കുറെ കൂടെ മാറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് ഇപ്പം ഒന്നും വേണ്ട, ജസ്റ്റ് നമ്മളിപ്പം ഈ ഇരിക്കുന്ന ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് തരുന്നത്. അതെ, തീർച്ചയായും. ഒരാളെപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ക്യാമറ എടുത്ത് ഇറങ്ങുമ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ, പടങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് കൂളാവുന്നുള്ളതാണ്. അതെ. പിന്നെ അത് മാത്രമല്ല, ഓരോ ജീവികളും നമുക്ക് ഓരോ പാഠങ്ങൾ പഠിക്കാനുണ്ട്, പ്രകൃതിയിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനും പഠിക്കാനൊക്കെ കഴിയുന്നുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു ഫോട്ടോഗ്രാഫി തുടങ്ങിയ സമയത്ത്, അല്ലെ വീഡിയോഗ്രാഫി തുടങ്ങിയ സമയത്തെ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോസ് ഇട്ടിട്ട് തുടങ്ങി, പിന്നെ വീഡിയോസ് ആയി, റീലായി, ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ കുറേ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി അതിന് എങ്ങനെയാണ്, ആ ഒരു ഹാപ്പിനെസ് എങ്ങനെയാണ്? ഞാൻ ആദ്യം തുടങ്ങിയത് ഫേസ്ബുക്ക് ആയിരുന്നു. അതിന് മുമ്പ് ഓർക്കൂട്ട് എന്ന് പറഞ്ഞൊരു പണ്ടുണ്ടായിരുന്ന പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, ഓർക്കൂട്ട്.
അന്ന് പിന്നെ ചെറിയ ചിത്രങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അന്നൊന്നും പിന്നെ നമുക്ക് അങ്ങനെ വലിയൊരു എന്താ പറയുക വ്യൂസ് ഒന്നും ഉണ്ടായിരുന്ന ഒരു പ്ലാറ്റ്ഫോം ഒന്നും ആയിരുന്നില്ല. പിന്നീട് ഫേസ്ബുക്ക് വരുന്നു, അതിൻ്റെ ഇടയിൽ ഗൂഗിൾ പ്ലസ് വന്നു. ഗൂഗിൾ പ്ലസ് ഒരു ഫോട്ടോ ഓറിയൻറ്റഡ് പ്ലാറ്റ്ഫോം ആയിരുന്നു. പക്ഷെ അതൊന്നും അധികാരം നിന്നില്ല. പിന്നെ ഫേസ്ബുക്കാണ് വന്നത്. ഫേസ്ബുക്കിലൊക്കെ നമുക്ക് പഠിക്കുന്ന സമയത്താണ് ആ ഒരു ഫേസ്ബുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കുറച്ചുകൂടി അന്നൊക്കെ ഇൻ്റർനെറ്റ് വന്ന ഒരു ടൈമാണല്ലോ. അപ്പോൾ അങ്ങനെ ഫേസ്ബുക്ക് വന്ന് ഫേസ്ബുക്കിൽ അക്കൗണ്ടൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ പറഞ്ഞ നേരത്തെ ആദ്യം ഉപയോഗിച്ചിരുന്ന ക്യാമറയിലെ ചെറിയ ചെറിയ ഫോട്ടോകളൊക്കെ ഇട്ടു. അപ്പോൾ അതിലൊരുപാട് ആളുകൾ അഭിപ്രായങ്ങൾ പറഞ്ഞു തന്നു, അതിലുള്ള മിസ്റ്റേക്കുകൾ പറഞ്ഞു തന്നു. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് പിന്നെ ഇതിലുള്ള പോരായ്മകൾ പറഞ്ഞ് അങ്ങനെ അതിലും തിരുത്തി പിന്നീട് പല ക്യാമറകളെ പറ്റിയിട്ടും അവരോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ഞാൻ ക്യാമറ ഒക്കെ വാങ്ങിക്കുന്നത്. അങ്ങനെ അന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് നല്ല അത്യാവശ്യം നല്ല പിന്നെ ഫീഡ്ബാക്ക് കിട്ടാറുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ നിന്ന്. അതിനുശേഷമാണ് പിന്നെ ഇൻസ്റ്റാഗ്രാം ഒക്കെ വന്നത്. ഇൻസ്റ്റാഗ്രാം വന്ന സമയത്തും ആദ്യമൊക്കെ ഫോട്ടോസ് ആയിരുന്നു, അന്നൊന്നും റീൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ ഈ അടുത്തല്ലേ റീൽസും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ അങ്ങനെ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തു. പിന്നെ ഈ അടുത്ത് റീൽ എന്നുള്ള ഒരു സംഭവത്തിലേക്ക് വന്ന സമയത്ത് ഈ പ്രകൃതിയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ ജീവികളെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെയാണ് റീൽസ് ചെയ്തു തുടങ്ങിയത്. അപ്പം ഇപ്പോൾ അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ വരാറുണ്ട്. ആളുകളിലേക്ക് എനിക്കറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാന്നുള്ള രീതിയിലാണ് അത്തരത്തിലുള്ള റീൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതെ അതെ. ഇതിലിപ്പം ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിലേക്ക് വൈൽഡ് ലൈഫിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും, യൂത്ത് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരോടൊപ്പം അബീത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായിരിക്കും? അപ്പോൾ ഇതിലേക്ക് വരുന്ന ആളുകൾ തീർച്ചയായിട്ടും പിന്നെ എന്താ പറയുക, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫി എന്നുള്ള ഒരു എയിമിൽ മാത്രം ഇതിലേക്ക് വരുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതിനെ കൺസർവ് ചെയ്യുക എന്നുള്ളൊരു ആശയത്തിൽ കൂടെ നമ്മൾ നിൽക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം അത് ഒന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത തവണ നമുക്ക് പടങ്ങൾ എടുക്കൊന്നും ഉണ്ടാവില്ല. അത് മാത്രം മൈൻഡിൽ വെക്കാം. അപ്പോൾ ഇതിനൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിൻ്റെയും കൂടി ആവശ്യമാണ്. അപ്പോൾ ഇതിനെ സംരക്ഷിച്ചില്ലെങ്കിൽ നമുക്കിവിടെ നിലനിൽക്കാൻ കഴിയില്ല, നമുക്ക് ചിത്രങ്ങൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മളൊരു പടം എടുക്കുന്ന സമയത്ത് അതിനെ കൺസർവ് ചെയ്യുക എന്നുള്ള രീതിയിലും കൂടെ ഒരു എയിമിൽ കൂടെ നമ്മൾ പടം ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതെ, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മൾ ത്രൂ സൊസൈറ്റിക്ക് ഒരു മാറ്റം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി അവീത്തിട്ടൊരു റീലിൽ ഒരു പ്രദേശത്തുള്ള പ്ലാസ്റ്റിക്, അവിടെ ഒരുപാട് ആളുകൾ വരികയും അവിടെ പ്ലാസ്റ്റിക്കുകളൊക്കെ ഇടുകയും ചെയ്ത സമയത്ത് അത്രയും മനോഹരമായ ഒരു സ്ഥലം വൃത്തികേടാവുന്നൊരു അവസ്ഥ ഉണ്ടായി. അപ്പോൾ ആ ഒരു റീലിട്ട സമയത്ത് പിറ്റേ ദിവസം തന്നെ അവിടെയുള്ള നാട്ടുകാർ ഇടപെട്ട് അത് ക്ലീൻ ചെയ്തു. ആ ഒരു പ്രവൃത്തിയെ ഇതെങ്ങനെയാണ് നോക്കിയത്? അല്ല, അതെനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യമാണ്. കാരണം അതല്ല, അന്ന് ഞാൻ അവിടെ വന്ന സമയത്ത് പിന്നെ ശരിക്കും ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ പക്ഷികളൊക്കെ നോക്കാൻ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്ലാസ്റ്റിക് കാണുന്ന സമയത്ത് എനിക്ക് ശരിക്കും സങ്കടമായി. അപ്പം അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു കവർ ഞാൻ അവിടെ കണ്ടൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ അത് ഇങ്ങനെ ഒരു സങ്കടം ഞാൻ ഷെയർ ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ഈ ഒരു നാട്ടിലുള്ള ആളുകൾ ആ ഒരു ഏരിയ മുഴുവനായിട്ട് ക്ലീൻ ചെയ്യുന്നുള്ളതാണ്. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും തരത്തിൽ, ഇപ്പം എനിക്കിതിപ്പോൾ മുഴുവനായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നത് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് ആളുകളിലേക്ക് എത്തിച്ചു, അത് ആളുകൾക്ക് അത് മനസ്സിലായി, അതിൻ്റെ പ്രാധാന്യം മനസ്സിലായി, അത് ആളുകൾ ക്ലീൻ ചെയ്തു. അപ്പം അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ വലിയ ആന മറക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് മാത്രം ചെയ്താൽ മതി. അത്ര ചെയ്താൽ തന്നെ ഈ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഇതിലിപ്പം ഇതൊരു ഹോബിയാണോ അല്ലെങ്കിൽ കരിയറായിട്ട് മാറ്റാനുള്ള പ്ലാനാണോ? എന്താണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം? ഇത് ഹോബിയായിട്ട് തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോഴും അത് എന്താ പറയുക, ഇപ്പോഴും കറന്റ് വർക്ക് ചെയ്യുന്നത് ഒരു മീഡിയ ഫീൽഡിൽ തന്നെയാണ്. പക്ഷെ പ്രൊഫഷണൽ ആക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. AI കടന്നു വരികയാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഭയങ്കരമായിട്ട് കടന്നു വരികയാണ്, ഓരോ ദിവസം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പല ഫോട്ടോകളും നമുക്കൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് AI എന്ത് ചെയ്യും, നമുക്ക് ഭയങ്കരമായൊരു പിക്ചറായിട്ട് തരും. അപ്പോൾ ആ ഒരു നമ്മൾ നാച്ചുറലി എടുക്കുന്ന ഒരു സാധനവും AI കടന്നു വരവും ഇതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്ന സമയത്ത് പിന്നെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. യൂസ് ചെയ്യാൻ മീൻസ് നല്ല രീതിയിൽ നമുക്ക് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഇമേജിന് കുറച്ചും കൂടി ഒരു ഡെപ്ത് ആക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള ചെറിയ എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ എന്തെങ്കിലും കളർ വേരിയേഷനോ അങ്ങനെ പെട്ടെന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം പല സോഫ്റ്റ്വെയറുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോഷോപ്പിലൊക്കെ നമുക്ക് ഇപ്പോൾ AI ഇൻ്റഗ്രേറ്റഡ് വരുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ തന്നെ നമുക്ക് ഇപ്പം ക്യാമറയിലൊക്കെ ഉള്ള AI ഫോക്കസ്, അല്ലെങ്കിൽ നമ്മുടെ ബേർഡ് ഐ ഫോക്കസ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സഹായത്തോടെയാണ് ആ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നമുക്ക് പോസിറ്റീവായിട്ടും ഈ ഒരു ഫോട്ടോഗ്രാഫിയിലേക്ക് നമുക്ക് AI കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അതെ, ഇപ്പോൾ നമ്മൾ നാച്ചുറലി എടുക്കുന്ന കുറേ ഫോട്ടോസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ പറയൂലേ, ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനൊരു ഇമോഷൻ ഉണ്ടെന്ന് പറയൂലേ, അതേപോലെ തന്നെ ഇപ്പം നമ്മൾ എഫേർട്ട് എടുത്ത് എടുക്കുന്നൊരു ഫോട്ടോ, അത്രയും സമയം എടുത്തെടുക്കുക, അതിനൊരു ഇമോഷൻ ഉണ്ട്. അത് ആളുകളിലേക്ക് എത്തുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് അത് വേറെയാണല്ലോ. അപ്പം അബീത്തിൻ്റെ അനുഭവത്തിൽ അങ്ങനെ അത്ഭുതപ്പെടുത്തി എന്തെങ്കിലും ഒരു കഥയുണ്ടോ ഫോട്ടോഗ്രാഫിയിൽ, വീഡിയോഗ്രാഫിയിൽ? അത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു കോറിയിൽ നമ്മുടെ ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ കാച്ചർ എന്ന് പറയുന്ന നാഗമോഹൻ എന്ന് പറഞ്ഞൊരു പക്ഷി വന്നിട്ട് ഇങ്ങനെ കുളിക്കാറുണ്ടായിരുന്നു. അത് ഒരു മൈഗ്രേറ്ററി ബേർഡാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ നാട്ടിലൊക്കെ വരിക.
അപ്പം ഞാനിതിൻ്റെ പിന്നെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ പറന്നു പോകുന്നൊരു പടം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ദിവസം ഒരു 4-5 ദിവസം ഇങ്ങനെ പോയിരുന്നു. പക്ഷെ അന്നൊന്നും 2 ദിവസം വന്നു, ചില ദിവസം വന്നില്ല, ചില ദിവസം നല്ല ലൈറ്റായിട്ടാണ്, അതായത് നല്ല ഇരുട്ടായിട്ടാണ് വന്നത്. അപ്പം അന്നൊന്നും നല്ല പടം കിട്ടിയില്ല. അങ്ങനെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ അവിടെ പോയിരിക്കും സ്ഥിരമായിട്ട്. അങ്ങനെ ഒരു ദിവസം ഇത് വന്നു, പിന്നെ വെള്ളത്തിൽ വന്നിട്ട് അതിങ്ങനെ വെള്ളം കുടിച്ച് ഇങ്ങനെ പറന്നു പോകുന്നൊരു പടം കിട്ടി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഞാനൊരു പറഞ്ഞ പോലെ ഒരുപാട് ദിവസം കൊണ്ട് എടുത്തിട്ടുള്ള ഒരു പടമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, പിന്നെ അങ്ങനെ ഒരു ഫ്രെയിം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതെനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത്. പിന്നെ അങ്ങനെ അതിനൊരു ബിഹൈൻഡ് ദ സീൻ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് റീൽ ഇട്ട സമയത്ത് ഒരുപാട് ആളുകളൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് കുറുനരിയുടെ ഒരു ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഡോക്യുമെൻ്ററിയെ കുറിച്ചുള്ളൊരു സ്റ്റോറി എന്താ? അത് ശരിക്കും ഈ കുറുനരി അല്ലെങ്കിൽ കുറുക്കൻ എന്നുള്ളൊക്കെ ജീവിനെ പറ്റിയിട്ട് നമ്മുടെ നാട്ടിലെ ഒരു പല കഥകളും ഉണ്ടല്ലോ. അപ്പം കുറേ മുമ്പാണ് പിന്നെ ഇത് രണ്ട് ജീവികളാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്, കുറുനരി അല്ലെങ്കിൽ ഗോൾഡൻ ജാക്കൽ എന്ന് പറയുന്ന. ഒരുപക്ഷെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതിനെ പലരും കുറുക്കനും കുറുനരി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ കുറുനരി എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ജീവി നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് കാണുന്നതാണ്. വൈകുന്നേരങ്ങളിലൊക്കെ കൂക്കി വിളിക്കുന്ന ഓരിയിടുന്ന ജീവിയാണ്. അപ്പോൾ അതിനെ നമ്മളൊക്കെ പണ്ടേ കുറുക്കൻ എന്നുള്ള പേരിൽ തന്നെയാണ് പിന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ വായിച്ച സമയത്താണ് പിന്നെ ഇത് കുറുക്കനല്ല കുറുനരിയാണ് എന്നൊക്കെയുള്ള ഒരു അറിവ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനുശേഷം ഇതിനെപ്പറ്റി വലിയ സ്റ്റഡീസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിൽ. ഒരു അണ്ടർ സ്റ്റഡീഡ് സ്പീഷീസ് ആണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുക എന്നുള്ള രീതിയിലാണ് പിന്നെ ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററിയിലേക്ക് വരുന്നത്. ഏകദേശം 2-2.5 വർഷം കൊണ്ടാണ് ആ ഒരു ഡോക്യുമെൻ്ററി കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് പറഞ്ഞ പോലെ 2.5 വർഷം ഒരു വൈൽഡ് ലൈഫ് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പിന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം രാവിലെ എണീറ്റ് പോയി അവിടെ ഇരിക്കും. ചില ദിവസം ഒന്നും വീഡിയോസ് ഒന്നും കിട്ടില്ല, ചില ദിവസം 1-2 ക്ലിപ്പുകളൊക്കെ കിട്ടും. അങ്ങനെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഇരുന്നിട്ടാണ് പല ഷോട്ടുകളും കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരുപാട് നല്ല എന്താ പറയുക മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും കുറുനരികളൊക്കെ എൻ്റെ അടുത്തൊക്കെ വന്നിട്ട് പിന്നെ വന്ന് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അവിടെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ വളരെ അടുത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറുനരി മാളത്തിൽ പ്രസവിച്ച സമയത്ത് അതിൻ്റെ കുട്ടികളൊക്കെ എൻ്റെ വളരെ അടുത്തുണ്ട്. ഞാൻ അതിൻ്റെ മാളത്തിൻ്റെ അടുത്ത് പോയ സമയത്ത് അതിൻ്റെയൊക്കെ ചിത്രങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല നിമിഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേനൽക്കാലത്തൊക്കെ ഇത് വെള്ളം കുടിക്കാനൊക്കെ വരും. അപ്പം അവിടെ ഞാനിങ്ങനെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ട് വെള്ളം കുടിക്കാൻ വരുന്ന വീഡിയോസൊക്കെ എടുത്തത് ഇപ്പോഴും മനസ്സിൽ തട്ടുന്ന കുറേ ഫ്രെയിമുകളുണ്ട്. കാരണം കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിന് മുമ്പത്തെ വർഷം നമുക്കറിയാം നല്ല ചൂടുള്ള ഒരു സമയത്ത് മാർച്ച്, ആ സമയത്ത് നല്ല വെയിൽ കൊണ്ടിട്ടാണ് ഞാൻ അന്ന് ഇങ്ങനെ അവിടെ ഇരുന്നത്. അപ്പോൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടൊക്കെ ഒരുപാട് കിട്ടിയിട്ടുള്ള ഷോട്ടുകളൊക്കെ പുറത്തിണക്കിയിട്ട് കുറുനരിനെ പറ്റിയിട്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ പിന്നെ യോജിപ്പിച്ചിട്ടാണ് അത്തരത്തിലുള്ള ഒരു ഡോക്യുമെൻ്ററി ചെയ്തിട്ടുള്ളത്. അബീത്തിൻ്റെ കയ്യിലുള്ള ക്യാമറ, ലെൻസ്, അത് ഏതാണെന്നുള്ളത് അറിയാൻ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അത് ഏതാപ്പോൾ യൂസ് ചെയ്തോണ്ട്? ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കനോണിൻ്റെ 5D Mark IV എന്ന് പറയുന്ന DSLR ക്യാമറയാണ്. അതിനോടൊപ്പം Tamron's 150-600mm G2 എന്ന് പറയുന്ന ലെൻസാണ് ഉപയോഗിക്കുന്നത്. അപ്പം അല്ല കുറേ ആളുകൾ വിചാരിക്കുന്നത് നമുക്ക് ഈ ഇത്തരത്തിലുള്ള ക്യാമറകളും വലിയ ലെൻസുകളും ഉണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോഗ്രാഫിയിലേക്കോ വീഡിയോഗ്രാഫിയിലേക്കോ ഇറങ്ങാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ വൈകി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതെല്ലാം കിട്ടിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അങ്ങനെയുള്ള ആളുകളോട് എന്താ? അത് ശരിക്കും ഒരു തെറ്റായ ഒരു ധാരണയാണ്. നമ്മുടെ ക്യാമറേൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ ക്യാമറേൻ്റെ സ്പെക്കോ ഒരിക്കലും ഒരു ഘടകമാണ്. പക്ഷെ എന്നാലും നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്തിരിക്കാൻ പാടില്ല എന്നാണ്. കാരണം ഞാൻ തുടങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കനോണിൻ്റെ പവർ ഷോട്ട് ചെറിയൊരു 480 എന്ന് പറയുന്ന ഒരു മോഡലാണ് ആദ്യമായിട്ട് ഫോട്ടോഗ്രാഫി ചെയ്തു തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം 1200D ഉപയോഗിച്ചു. 1200D ഒരുപാട് ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ഇപ്പോഴും എടുത്തിട്ട് അത്രയും ഷാർപ്പില്ലാത്ത പടങ്ങൾ അതിന് മുമ്പ് ഞാൻ ആ ഒരു ബേസ് മോഡലിൽ ഒരു ബിഗിനർ ക്യാമറയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്യാമറയിലല്ല നമ്മളെങ്ങനെ അതിനെ പിന്നെ ഇതൊരു ടൂളാണ്. ഈ ടൂളിനെ നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ സ്പെക്ക് ആവശ്യമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മളുടെ ക്യാമറയെ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പടം കിട്ടും എന്നുള്ളതാണ്. പിന്നെ പലർക്കുള്ള ഒരു സംശയം, പിന്നെ നല്ലൊരു ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല ചിത്രം കിട്ടൂ. അത് ഒരു മിത്താണ് ശരിക്കും. അതിൻ്റെ ആവശ്യമില്ല. നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള നമുക്ക് ആ ക്യാമറനെ ചലിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ചിത്രം കിട്ടും. പിന്നെ അതുപോലെ തന്നെ വലിയ ലെൻസ് വേണം. പിന്നെ അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. ലെൻസ് വേണം, ശരിയാണ്. വൈൽഡ് ലൈഫിന് നമുക്ക് അത്യാവശ്യം ടെലി ലെൻസ് വേണം. പക്ഷേ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് ഈ ആനയും പുലി കടുവ ആ സംഭവങ്ങളല്ല. നമ്മളെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ചെറിയ ഇൻസെക്ട് മുതൽ ചെറിയ ഉറുമ്പ് മുതലാണ് ഈ വൈൽഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെറിയ ജീവികളെ എടുക്കാൻ നമുക്ക് വലിയ ടെലി ലെൻസിൻ്റെ ആവശ്യമില്ല. ചെറിയൊരു കുഞ്ഞു ലെൻസ് ആണെങ്കിലും കിറ്റ് ലെൻസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും.
അതെ. അതുപോലെ തന്നെ മാക്രോ ലെൻസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ക്യാമറേൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന കിറ്റ് ലെൻസിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല മാക്രോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിനൊക്കെ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതന്നെയാണ് കാര്യം. അതെ. അപ്പം ഒരുപാട് ഫോട്ടോസ്, ഒരുപാട് വീഡിയോസ് ആളുകളുടെ ഹൃദയത്തിൽ തട്ടുന്നുണ്ട്. അവർ കാഴ്ചക്കാരായിട്ട് അഭിജിത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനിയും ലൈഫിൽ ഒരുപാട് ചിത്രങ്ങൾ എടുക്കാൻ പറ്റട്ടെ, ഒരുപാട് ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫിയിലേക്കൊക്കെ മാറാനും വൈൽഡ് ലൈഫിലേക്കൊക്കെ മാറാനും സാധിക്കട്ടെ. വലിയ ഭാവി ഉണ്ടാവട്ടെ. എന്തായാലും ഈ ഒരു വിലപ്പെട്ട സമയം നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത് താങ്ക് യു. താങ്ക്സ്.